പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. സിംബാബ്വെക്കെതിരായ ഒന്നാം T20 വൈഭവ് സൂര്യവംശി തന്റെ ആദ്യ അന്താരാഷ്ട്ര അർദ്ധ സെഞ്ചുറി കുറിച്ചു. ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയിലൂടെ അരങ്ങേറിയെങ്കിലും ആദ്യ 3 മത്സരത്തിലും താരത്തിന് തിളങ്ങാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഹരാരയിൽ നടന്ന സിംബാബ്വെക്കെതിരായ ഒന്നാം T20 18 പന്തിലാണ് 15-കാരനായ വൈഭവ് 50 നേടിയത്. IPL കണ്ട അതേ വൈഭവ് സൂര്യവംശിയാണ് ക്രിക്കറ്റ് ആരാധകർക്ക് ഹരാരയിൽ കാണാനായത്. ഏതാനും മിനിറ്റുകൾ മാത്രം ക്രീസിൽ ചെലവഴിച്ച ഈ 15-കാരൻ സിംബാബ്വെ ബോളർമാരെ നിലംപരിശാക്കി. തുടക്കം മുതൽ കടന്നാക്രമിച്ച് കളിച്ച വൈഭവ് 4 വീതം 6ഉം 4കളുമാണ് പറത്തിയത്. തന്റെ കരുത്ത് എന്താണെന്ന് കാട്ടിക്കൊടുക്കുന്ന പ്രകടനമാണ് വൈഭവ് കാഴ്ചവെച്ചത്. എന്നാൽ വൈഭവിന്റെ കിടിലൻ പ്രകടനം മലയാളി താരവും സീനിയർ താരവുമായ സഞ്ജു സാംസണ് ഭീഷണിയാകുകയാണ്. നിലവിൽ ഇന്ത്യൻ T20 ടീമിൽ നിന്ന് തഴഞ്ഞിരിക്കുന്ന സഞ്ജുവിന് തിരിച്ചുവരവ് പ്രയാസമാണെന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്ത്യൻ ടീം മാനേജ്മെന്റ് വൈഭവിന് ഓപ്പണർ റോളിൽ കൂടുതൽ പിന്തുണ കൊടുക്കാൻ സാധ്യത ഉയർന്നിരിക്കുകയാണ്. ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം വൈഭവ് സൃഷ്ടിക്കുന്ന ഇമ്പാക്റ്റ് ആണ്. പവർ പ്ലേക്കുള്ളിൽ മത്സരത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള താരമാണ് വൈഭവ് സൂര്യവംശി. അഭിഷേക് ശർമ്മയെ പോലെ തന്നെ അതിവേഗം റൺസ് ഉയർത്താൻ വൈഭവിനും സാധിക്കും. അഭിഷേക് ഫ്ലോപ്പായാലും വൈഭവ് ക്രീസിലുണ്ടെങ്കിൽ പവർ പ്ലേയിലെ റൺ റേറ്റിനെ അത് കാര്യമായി ബാധിക്കില്ല. മറുവശത്ത് സഞ്ജു സാംസൺ ആണെങ്കിൽ അഭിഷേക് പുറത്താകുമ്പോൾ വലിയ സ്ട്രൈക്ക് റേറ്റിൽ തുടർന്ന് കളിക്കാൻ ഒന്ന് മടിച്ചേക്കും. എന്നാൽ ഇത്തരമൊരു ഭയമൊന്നുമില്ലാതെ കളിക്കാൻ വൈഭവിന് സാധിക്കുന്നുണ്ട്. 15 പന്തിൽ 3 തവണ T20 അർദ്ധ സെഞ്ചുറി നേടിയിട്ടുള്ള താരമാണ് വൈഭവ്. അഭിഷേക് 14 പന്തിലും 50 നേടിയിട്ടുണ്ട്. എന്നാൽ സഞ്ജു ഇന്ത്യൻ ജേഴ്സിയിലെ വേഗ 50 22 പന്തിലാണ്. എന്നാൽ വൈഭവും അഭിഷേകും ഇതിലും മികച്ച സ്ട്രൈക്ക് റേറ്റിൽ കളിക്കാൻ ശേഷിയുള്ള താരങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് ഈ ഇടംകൈയന്മാരുടെ കൂട്ടുകെട്ടിനെ കൂടുതൽ പിന്തുണച്ചേക്കും. സഞ്ജു സാംസണിന്റെ സ്ഥിരത സമീപകാലത്തായി വളരെയധികം ചോദ്യം ഉയർത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വൈഭവ് ഇത്തരത്തിൽ വെടിക്കെട്ട് പ്രകടനങ്ങൾ നടത്തുന്നത് താരത്തിന് കൂടുതൽ അവസരം നൽകാൻ കാരണമായേക്കും. സൂര്യവംശി ഫോമിലേക്ക് എത്തുന്ന മത്സരങ്ങളിലെല്ലാം അതിവേഗ 50കൾ പിറക്കുകയും പവർ പ്ലേക്കുള്ളിൽ അടിത്തറ പാകാൻ ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് സെലക്ടർമാർ പരിഗണിക്കാനാണ് സാധ്യത കൂടുതൽ. സഞ്ജു സാംസൺ T20 ലോകകപ്പിലെ ഹീറോയാണെങ്കിലും പലപ്പോഴും അനാവശ്യ ഷോട്ട് കളിച്ചും സ്ഥിരതയോടെ കളിക്കാൻ സാധിക്കാതെ പോയും വിമർശനം നേരിടുന്നുണ്ട്. വൈഭവ് സൂര്യവംശിക്ക് 15 വയസ്സ് മാത്രമാണ് പ്രായം. ഇപ്പോഴേ പിന്തുണച്ചാൽ T20 എക്കാലത്തെയും മികച്ച ഇതിഹാസമായി വളരാൻ വൈഭവിന് സാധിച്ചേക്കും. വൈഭവിന്റെ പ്രതിഭയിൽ ആർക്കും സംശയമില്ലതാനും. അതുകൊണ്ട് തന്നെ യുവതാരത്തിന് കൂടുതൽ അവസരം നൽകി ഇന്ത്യൻ ടീം മാനേജ്മെന്റ് പിന്തുണ നൽകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇഷാൻ കിഷൻ വിക്കറ്റ് കീപ്പറായും ബാറ്റ്സ്മാനായും ഭേദപ്പെട്ടു നിൽക്കുന്നതിനാൽ സഞ്ജുവിന്റെ അഭാവം ഇന്ത്യയെ കാര്യമായി ബാധിക്കുകയുമില്ല. നിലവിൽ ടീമിന് പുറത്തുള്ള സഞ്ജു ഏഷ്യൻ ഗെയിംസിലൂടെ തിരിച്ചുവരവ് നടത്താം എന്ന പ്രതീക്ഷയിലാണുള്ളത്. ഏഷ്യൻ ഗെയിംസിനെയുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു ഉൾപ്പെട്ടിട്ടുണ്ട്. ലഭിക്കുന്ന അവസരങ്ങളെല്ലാം മുതലാക്കി മികച്ച ഇന്നിങ്സുകൾ കളിച്ച് സെലക്ടർമാരുടെ മുന്നിൽ തലയുയർത്തി നിൽക്കുക എന്ന തന്ത്രം മാത്രമാണ് സഞ്ജുവിന് മുന്നിലുള്ളത്. അല്ലാത്ത പക്ഷം സഞ്ജുവിന് കൂടുതൽ പ്രതീക്ഷ വേണ്ടതില്ല. എന്നാൽ വൈഭവ് തകർപ്പൻ പ്രകടനത്തോടെ മുന്നോട്ട് പോയാൽ സഞ്ജുവിനെ മറികടന്ന് ഓപ്പണർ സ്ഥാനത്ത് തുടരുമെന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും നിലവിൽ വൈഭവിന് അനുകൂലമായാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് നിസ്സംശയം പറയാം.